നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കിഡ്സിന്റെ മെഷർമെന്റ് എങ്ങനെ എടുക്കണ്ടേന്ന് കാണിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ മെഷർമെന്റ് വെച്ചിട്ട് എങ്ങനെയാണ് പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ 2 വീഡിയോസും കാണാത്തവര് ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ആണ്, എങ്ങനെയാണ് പേപ്പർ പാറ്റേൺ തുണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന റയോൺ ഫാബ്രിക് ആണ്. അപ്പോൾ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് ഇവിടെ തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പേപ്പർ പാറ്റേൺ തുണിയിലേക്ക് പേൾ ബീഡഡ് പിൻസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ 2 മീറ്റർ തുണി നമുക്ക് ഉണ്ടെങ്കിൽ ആ 2 മീറ്റർ തുണിയും വെച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിൽ നല്ലത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതായത് പേപ്പർ തുണി 2ആയി മടക്കിയ ശേഷം നമ്മുടെ പേപ്പർ പാറ്റേൺ വെക്കുക. അതിന് ചുറ്റും ഒരു 1 സെൻറ്റിമീറ്ററോ എക്സ്ട്രാ ഒരു സീം അലവൻസ് ഇട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പേപ്പർ പാറ്റേൺ പിൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രണ്ട് പാനലാണ്. അപ്പോൾ ഫ്രണ്ട് പാനലിൻ്റെ 2 മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന് ഫ്രണ്ട് നെക്ക്, അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം, മാർക്കിംഗ് വീൽ യൂസ് ചെയ്തിട്ട് ഞാൻ അതായത് ആ ഡോട്ട്സ് അവിടെ ഫോം ചെയ്യും. അവിടെ നിന്ന് ആ ഒരു ഷേപ്പിൽ നിന്ന് കറക്റ്റ് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ സീം അലവൻസ് ഇട്ട ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തു. കാരണം എന്താണ്, മാർക്കിംഗ് വീൽ ഉപയോഗിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് വന്നത്? കാരണം പേപ്പർ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് യോക്ക് അല്ലെങ്കിൽ ബാക്ക് പാനലിൻ്റെ ഇതിലാണ്. ഇനി ബാക്ക് പാനലാണ് ഇപ്പം ഈ കാണിക്കുന്നത്, കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തുണി 2ആയി മടക്കുക. അതിനുശേഷം 1 ഇഞ്ച് ഫോൾഡിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട്, ഇത് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോൾഡിൽ നിന്ന് 1 ഇഞ്ച് വിട്ട ശേഷം ബാക്ക് പാനലിൻ്റെ മെഷർമെൻറ്റ്സ് അനുസരിച്ച് പേപ്പർ പാറ്റേൺ അതിൻ്റെ കറക്റ്റ് ആ മെഷർമെൻറ്റ്സ് വെച്ചിട്ട്, അതായത് ജസ്റ്റ് ഔട്ട്ലൈൻ എടുത്താൽ മാത്രം മതി. കാരണം പേപ്പർ പാറ്റേൺ ഓൾറെഡി കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ബാക്ക് പാനലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ലൈൻ എടുക്കുക, അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു റയോൺ തുണിയാണ് ഇത്. ഒരു 2 മീറ്റർ ഫാബ്രിക് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷനുള്ള ഫാബ്രിക് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രോക്കിൻ്റെ വേസ്റ്റ് റൗണ്ട്, അതായത് നമ്മുടെ കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 20 ഇഞ്ചസ് ആണ്. അതിൻ്റെ 20 × 3 അത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 20 × 3 gives you 60. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, തുണി 2ആയി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ 30 ഇഞ്ചസ് ഫ്രണ്ട് പാനലിലും 30 ഇഞ്ചസ് ബാക്ക് പാനലിലും. അപ്പോൾ 30 ഇഞ്ചസ് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് തുണി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടേക്കല്ലേ, അപ്പോൾ 2 പീസ് ആക്കണം. അപ്പോൾ റെക്റ്റാങ്കിൾ പീസസ് 2 എണ്ണം നമുക്കവിടെ കിട്ടും. പിന്നെ തയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഗ്യാദറിങ്സ് ഉണ്ടാക്കുക, അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള വേറൊരു സാധനം നാടയാണ്. നാടയുടെ നീളം, വീതി എന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് എടുക്കാം. 3 ഇഞ്ചിനെ 2ആയി മടക്കുമ്പം 1.5 ഇഞ്ച് വരും. പിന്നെ നീളം എന്ന് പറയുന്നത് സ്കേർട്ട് ലെങ്ത് പ്ലസ് ഒരു 2 ഇഞ്ചസ് അല്ലെങ്കിൽ 3 ഇഞ്ചസ് നിങ്ങൾക്ക് എടുക്കാം. അത്രയും നീളം തന്നെ ധാരാളം മതിയാവും. അത് വെച്ചിട്ട് ബാക്കിയുള്ള തുണി ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 നാട റെഡിയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ബയാസ് സ്ട്രിപ്പ് അല്ലെങ്കിൽ ബയാസ് ടേപ്പ്. ബയാസ് ടേപ്പ് എന്ന് പറയുന്നത് നെക്ക് ലൈൻ, ആം ഹോൾ, ഇത് രണ്ടും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയാസ് ടേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാക്കിയുള്ള പീസ് എടുക്കുക, അതിനുശേഷം ചെരിച്ച് വെട്ടുക. ചെരിച്ചെന്ന് പറയുമ്പം ജസ്റ്റ് ഈ സ്കെയിൽ അങ്ങോട്ട് വയ്ക്കുക. സ്കെയിലിൻ്റെ വിട്ട് ഒരു 1.5 ഇഞ്ചോളം വരും. അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനത്തെ ഒരു 3-4 സ്ട്രിപ്പ് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് ഒരു സിംഗിൾ സ്ട്രിപ്പായിട്ട് എടുക്കുക. ബയാസ് സ്ട്രിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസസും ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റിച്ചിങ് ആണ്. ബാക്ക് പാനലിൽ ഗ്യാദറിങ്സ് ഉണ്ടാക്കി സിബ് അറ്റാച്ച് ചെയ്തു. ഫ്രണ്ട് പാനലിൽ ഇതുപോലെ തന്നെ ഗ്യാദറിങ്സ് അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യാം. പിന്നെ നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, 2 സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽ അറ്റാച്ച് ചെയ്യുക, നാടയും കൂടി അറ്റാച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി sewing.